യൂദായുടെ ലേഖനം അഥവാ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ യഹൂദയുടെ യവന എബ്രായ ഭാഷയിൽ നിന്നുള്ള അവന്റെ പേരിന്റെ ഉച്ചാരണമാണിത്. യഹൂദ സുവിശേഷങ്ങളിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ 4 സഹോദരന്മാരിൽ ഒരുവനായിരുന്നു. അവന്റെ മരണത്തിനു മുമ്പ് സഹോദരന്മാരിൽ ആരും യേശുവിനെ മശിഹായായി പിന്തുടർന്നില്ല. എന്നാൽ പിന്നീട് മരിച്ചവരിൽ നിന്നും ജീവിച്ചവനായി അവനെ കണ്ടതിനെ തുടർന്ന് അവന്റെ ശിഷ്യന്മാരായിത്തീരുകയും ചെയ്തു. അവസാനം യേശുവിന്റെ ഈ സഹോദരന്മാർ എല്ലാവരും ആദ്യകാല യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെ നേതാക്കന്മാരായിത്തീരുകയും യഹൂദ ഒരു സഞ്ചാര ഉപദേഷ്ടാവും സുവിശേഷ പ്രചാരകനുമായി അറിയപ്പെടുകയും ചെയ്തു. ഇത് നമുക്ക് അവന്റെ ലേഖനത്തിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കാനുള്ള പശ്ചാത്തലം നൽകുന്നു. അവൻ ഏതു പ്രത്യേക സഭാസമൂഹത്തിനാണ് ഇത് എഴുതിയതെന്ന് നമുക്കറിയില്ല. എന്നാൽ അത് മിക്കവാറും എല്ലാവരും മശിഹാ യഹൂദന്മാരായ ഒരു സഭയാകാനാണ് സാധ്യത. അവന്റെ എഴുത്തിന്റെ ശൈലി എബ്രായ പഴയനിയമ തിരുവെഴുത്തുകളിലും പ്രശസ്തമായ മറ്റ് യഹൂദ്യ സാഹിത്യങ്ങളിലും ഉള്ള ആഴമേറിയ അറിവിനെ കാണിക്കുന്നു. ഈ സഭ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് യഹൂദ അറിയുവാനിടയായി. ഇത് ഈ ലേഖനത്തിന്റെ രൂപകൽപ്പന മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഇത് ഒരു പ്രാരംഭ നിർദ്ദേശത്തോടെ ആരംഭിക്കുന്നു. ശേഷം ഈ സഭയെ സ്വാധീനിച്ച ദുഷിച്ച ഉപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പും കുറ്റപ്പെടുത്തലുമാണ്. പിന്നീട് യഹൂദ ഈ സഭ എന്തു ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ പുസ്തകം ഉപസംഹരിക്കുന്നു. ഈ സഭ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് യഹൂദ തുടക്കമിടുന്നു. മശിഹായിലൂടെ പങ്കിട്ട രക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വലിയ ലേഖനം എഴുതുവാനാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സഭയെക്കുറിച്ചുള്ള അടിയന്തര വാർത്ത കേട്ടതിനാൽ ആ പദ്ധതിക്ക് താമസം നേരിട്ടെന്ന് അവൻ പറയുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ചെറുതും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ലേഖനം അയച്ചത്. അവർ വിശ്വാസത്തിനു വേണ്ടി എങ്ങനെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടല്ല യഹൂദ ആരംഭിക്കുന്നത്, മറിച്ച് എന്തുകൊണ്ട് എന്നതിലേക്ക് അവൻ ആദ്യം പോകുന്നു. ഇത് ഈ സഭയിലേക്ക് നുഴഞ്ഞുകയറിയ ദുഷിച്ച ഉപദേഷ്ടാക്കന്മാർ മുഖാന്തരമാണ്. അവൻ അവരുടെ ഉപദേശങ്ങളെയല്ല, മറിച്ച് അവരുടെ ജീവിത രീതിയെയാണ് ലക്ഷ്യമാക്കുന്നത്. അവരുടെ ദുഷിച്ച ജീവിത രീതി നമ്മോട് പറയുന്നു അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ തെറ്റാണെന്ന്. ഒന്നാമതായി, അവർ ദൈവത്തിന്റെ കൃപയെ പാപം ചെയ്യുവാനുള്ള അനുമതിയായി വളച്ചൊടിച്ചു. തങ്ങൾ ക്ഷമ ലഭിച്ചവരാണെന്നും തങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്നും അതുകൊണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാമെന്നും അവർ ചിന്തിക്കുന്നു, പ്രത്യേകിച്ചും പണത്തിന്റെയും ലൈംഗികതയുടെയും വിഷയത്തിൽ. അതുകൊണ്ട് യഹൂദ പറയുന്നു അവർ അവന്റെ അധികാരത്തെയും ഉപദേശങ്ങളെയും നിരാകരിക്കുന്നതിലൂടെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. ഈ ഉപദേഷ്ടാക്കന്മാരുടെ വരവ് ഒരു ആശ്ചര്യമല്ലെന്ന് ഈ സഭ അറിയുവാൻ യഹൂദ ആഗ്രഹിക്കുന്നു. അവരിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ഒരു വലിയ മുന്നറിയിപ്പിലേക്ക് അവൻ മാറുന്നു. അവൻ ആദ്യമായി 2 കൂട്ടങ്ങളുടെ 3 പഴയനിയമ ഉദാഹരണങ്ങൾ നൽകുന്നു. ആദ്യത്തെ 3 പേരും പണ്ട് ദൈവിക നീതി ലഭിച്ച മത്സരികളായ ആളുകളെക്കുറിച്ചാണ്. മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ച ഇസ്രായേല്യർക്ക് അവർ ആഗ്രഹിച്ചത് കിട്ടുകയും എങ്ങുമെത്താതെ വഴിമധ്യേ മരിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ദൂതന്മാരുടെ ഒരു കഥ പറയുന്നു. അവർ മത്സരികളായതിനാൽ ദൈവത്തിന്റെ ന്യായവിധിക്കായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവൻ പരാമർശിക്കുന്നത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ കഥയെക്കുറിച്ച് പ്രശസ്ത യഹൂദ്യ കൃതിയായ 1-ാം ഹാനോക്കിൽ നൽകിയിരിക്കുന്ന വ്യാഖ്യാനമാണ്. അതിൽ ദൈവപുത്രന്മാരെ ദൈവത്തോട് മത്സരിച്ച് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ന്യായവിധി നേരിടുകയും ചെയ്ത ദൂതന്മാരായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. യഹൂദ ഈ കഥയെ തന്റെ 3-ാമത്തെ ഉദാഹരണമായ ഉൽപ്പത്തിയിലെ സൊദോമിന്റെയും ഗൊമോറയുടെയും നാശവുമായി ബന്ധിപ്പിക്കുന്നു. അവിടെയാണ് അക്രമികളായ പുരുഷന്മാർ ദൂതന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രമിച്ചത്. ഈ 2 കഥകളും ദൈവത്തിന്റെ ആജ്ഞകൾക്കെതിരായി മത്സരിക്കുകയും അത് ലൈംഗിക ദുർനടപ്പിലേക്ക് നയിക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ്. ദുഷിച്ച ഉപദേഷ്ടാക്കന്മാർ കുറ്റക്കാരായിരിക്കുന്നതും കൃത്യമായി അതിൽ തന്നെയാണ്. അതിനുശേഷം ഒരു പ്രശസ്തമായ യഹൂദ്യ പുസ്തകമായ മോശയുടെ നിയമത്തിൽ നിന്നും ഒരു ഉദാഹരണം കൂടെ അധികത്തിൽ യഹൂദ കൊണ്ടുവരുന്നു. ഹാനോക്കിനെ പോലെ ഇതും പഴയ നിയമ തിരുവെഴുത്തുകളുടെ ഭാഗമല്ല. ഇത് ആവർത്തന പുസ്തകം ആധാരമാക്കിയുള്ള മോശയുടെ അന്ത്യനാളുകളുടെയും വാക്കുകളുടെയും സാഹിത്യ പുനരാഖ്യാനമാണ്. യഹൂദ ഉദ്ധരിക്കുന്ന ഈ ഭാഗത്ത് മോശ മരിക്കുകയും മോശയ്ക്കെതിരായുള്ള സാത്താന്റെ കുറ്റാരോപണങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൂതനായ മീഖായേലുമുണ്ട്. പക്ഷേ അവസാനത്തെ ന്യായവിധി ദൈവത്തിനു മാത്രമായി വിട്ടുകൊടുക്കുവാൻ അവൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ കഥകൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ഈ സാഹിത്യത്തെ ആധാരമാക്കി വളർന്നുവന്ന യഹൂദർക്ക് യഹൂദയുടെ ഈ മുന്നറിയിപ്പുകൾ നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. ഈ ദുഷിച്ച ഉപദേഷ്ടാക്കന്മാരുടെ പെരുമാറ്റത്തിന് പുരാതന വേരുകളുണ്ട്. ദൈവ അധികാരത്തിനെതിരെയുള്ള മത്സരം, ലൈംഗിക ദുർനടപ്പ്, ദൈവത്തിന്റെ സന്ദേശവാഹകരെ തിരസ്കരിക്കുക. ഇത് 2-ാമത്തെ 3 ഉദാഹരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. അവയെല്ലാം മറ്റുള്ളവരെ ദുഷിപ്പിച്ചു നടന്ന മത്സരികളെക്കുറിച്ചാണ്. കയീൻ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ ശേഷം അക്രമങ്ങൾ നിറഞ്ഞ ഒരു പട്ടണം പണിയുവാനായിപ്പോയി. ബിലയാം എന്ന ആഭിചാരകന് ഇസ്രായേലിനെ ശപിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട്
അവൻ അവരെ വിഗ്രഹാരാധനയ്ക്കും ലൈംഗിക അഴിമതിക്കും പ്രലോഭിപ്പിച്ചു. പിന്നീട് ലേവ്യനായ കോരഹ് മോശയ്ക്കെതിരെ ഒരു കലാപം നയിച്ചു. അത് പിന്നീട് മറ്റുള്ളവരുടെ നാശത്തിൽ അവസാനിക്കുവാൻ ഇടയായി. യഹൂദ തന്റെ രണ്ടാമത്തെ 3 ഉദാഹരണങ്ങൾ ഉപദേഷ്ടാക്കന്മാരെ വിശദീകരിക്കുന്ന ഒരു കൂട്ടം പഴയ നിയമ സാദൃശ്യങ്ങളോടെ ഉപസംഹരിക്കുന്നു. അവർ യെഹെസ്കേലിലെ സ്വാർത്ഥതയുള്ള ഇടയന്മാരെപ്പോലെയോ അല്ലെങ്കിൽ സദൃശ്യവാക്യങ്ങളിലെ മഴയില്ലാത്ത മേഘങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ യെശയ്യാവിലെ കലങ്ങിമറിയുന്ന തിരമാലകളെപ്പോലെയോ ആണ്. അവരുടെ സ്വയതാൽപര്യങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നുവെന്നുള്ള അവകാശവാദത്തെ വഞ്ചിക്കുന്നു. അവർ പോകുന്നിടത്തെല്ലാം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. യഹൂദ തന്റെ മുന്നറിയിപ്പിനെ മറ്റ് 2 മുന്നറിയിപ്പുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഒന്ന് പുരാതനവും ഒന്ന് സമീപകാലത്തേതും. ആദ്യത്തേത് വീണ്ടും 1 ഹാനോക്ക് എന്ന പ്രശസ്ത പുസ്തകത്തിൽ നിന്നും വരുന്നു. ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ പുരാതന കഥാപാത്രമായ ഹാനോക്കിന്റെ ദർശനങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ യഹൂദ ഹാനോക്കിന്റെ പ്രാരംഭ അധ്യായത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. ഇവിടെ മനുഷ്യത്തിന്മയുടെ മേൽ ദൈവം ന്യായം വിധിക്കുന്ന അവസാന ദിവസത്തെക്കുറിച്ചുള്ള 6ഓളം പഴയ നിയമ ഉദ്ധരണികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് യഹൂദ ഹാനോക്കിന്റെ പുരാതന മുന്നറിയിപ്പിനെ അപ്പോസ്തലന്മാരുടെ സമീപകാല മുന്നറിയിപ്പുമായി പൊരുത്തപ്പെടുത്തുന്നു. പത്രോസ്, യോഹന്നാൻ, പൗലോസ് ഇവർ എല്ലാവരും മുൻകൂട്ടി പറഞ്ഞിരുന്നു അത് ദുഷിച്ച ഉപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് യേശുവിനെക്കുറിച്ചുള്ള സുവാർത്തയെ വളച്ചൊടിക്കുമെന്ന്. ഇതേ വിഷയത്തെക്കുറിച്ചുള്ള യേശുവിന്റെ നേരത്തെയുള്ള മുന്നറിയിപ്പിനെ അവർ ആവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ സഭയ്ക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ ഉപദേഷ്ടാക്കളെ നേരിടണം. അങ്ങനെ യഹൂദ അന്തിമ നിർദ്ദേശത്തിലേക്ക് കടക്കുന്നു. വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്ന തന്റെ പ്രാരംഭ വരികൾ ആവർത്തിച്ചുകൊണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് മനോഹരമായ സാദൃശ്യങ്ങളിലൂടെ വിശദീകരിക്കുന്നു. യേശുവിന്റെ സമൂഹത്തെ അവൻ ദൈവത്തിന്റെ പുതിയ ആലയമായി ചിത്രീകരിക്കുന്നു. അതിനാൽ അവർ തങ്ങളുടെ ജീവിതം അതിവിശുദ്ധ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് പണിയുന്നവർ ആയിരിക്കണം. ഇവിടെ അതിവിശുദ്ധ വിശ്വാസമെന്നാൽ യേശുവിന്റെ ജീവിതം, മരണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പുനരുദ്ധാനം എന്നിവയെക്കുറിച്ചുള്ള സുവാർത്തയുടെ പ്രധാന സന്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ സഭ പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെ ദൈവസ്നേഹത്തിനായി സമർപ്പിക്കുന്നതിലൂടെയും അതിനെ തന്നെ സ്വയം പണിയേണ്ടതാണ്. ഈ കെട്ടിടത്തിന്റെ ആർജവം തന്റെ നീതിയും കരുണയും കൊണ്ടുവരുവാനുള്ള യേശുവിന്റെ മടങ്ങിവരവിനായി ജാഗ്രതരായിരിക്കുന്നതിലൂടെ കാത്തുസൂക്ഷിക്കപ്പെടും. അങ്ങനെ ചെയ്യുന്നതിലൂടെ യേശുവിനോട് വിശ്വസ്തരായിരിക്കുവാൻ അവർ പരസ്പരം സഹായിക്കും. പിന്നീട് തന്റെ ജനത്തെ സംരക്ഷിക്കുകയും ദൈവകൃപയിൽ നിന്നും വീഴാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യഹൂദ ഉപസംഹരിക്കുന്നു. യഹൂദായുടെ ഈ ചെറിയ ലേഖനം വളരെ ശക്തവും അതേസമയം പല ആധുനിക വായനക്കാരെയും അമ്പരപ്പിക്കുന്നതുമാണ്. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് എബ്രായ ബൈബിളിന്റെ ഭാഗമായി കരുതപ്പെടാത്ത പുസ്തകങ്ങളിൽ നിന്നും അവൻ ഉദ്ധരിക്കുന്നത് എന്നാണ്. 1 ഹാനോക്കും മോശയുടെ നിയമവും പോലെ ഈ കാലഘട്ടത്തിൽ യഹൂദ സംസ്കാരം മതഗ്രന്ഥങ്ങളിൽ മുഴുകിയിരുന്നുവെന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവും അവന്റെ കുടുംബവും അതുപോലെ എല്ലാ ആദ്യകാല യഹൂദ ക്രൈസ്തവരും എബ്രായ ബൈബിളിനൊപ്പം തിരുവെഴുത്തുകൾ അടിസ്ഥാനമായതും തിരുവെഴുത്തുകളാൽ പ്രചോദിതവുമായ പല പിൽക്കാല ഗ്രന്ഥങ്ങളും വായിച്ചാണ് വളർന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പിൽക്കാല ഗ്രന്ഥങ്ങളിൽ ചിലത് തിരുവെഴുത്തുകളായി കാണണമോ വേണ്ടയോ എന്നുള്ള പുരാതന വാദപ്രതിവാദങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അവ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിന് ദൈവജനത്തോട് ഒരു പ്രധാന സന്ദേശം അറിയിക്കുവാൻ ആ ഗ്രന്ഥം ബൈബിളിൽ ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് ധാരാളം യഹൂദ്യ ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിൽ നിന്നുണ്ട്. അവ ഇന്ന് അപ്പോക്രിഫ അഥവാ ഡ്യൂട്രോ കനോൻ, സൂഡെപ്പിഗ്രാഫ എന്ന ശേഖരങ്ങളായി അറിയപ്പെടുന്നു. ഇവയെല്ലാം യഹൂദ്യ സമൂഹങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങളിലും സൂക്ഷിക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു. അവയെ വളരെ ആദരവോടെയാണ് കണ്ടിരുന്നത്. അവയെല്ലാം യഥാർത്ഥത്തിൽ എബ്രായ ബൈബിളിന്റെ ഭാഗമായാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. പക്ഷേ അവ ബൈബിൾ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് യഹൂദ തന്റെ വായനക്കാർ 1 ഹാനോക്കിലെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം അറിയിക്കുവാൻ ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചത്. സന്ദേശം ഇതാണ്: യേശുവിലൂടെയുള്ള ദൈവത്തിന്റെ കൃപ ആവശ്യപ്പെടുന്നത് ഒരു പൂർണ്ണ ജീവിത പ്രതികരണമാണ്, ബുദ്ധിപരമായ അനുമതി മാത്രമല്ല. ശ്രദ്ധിക്കുക, യഹൂദ ഉപദേഷ്ടാക്കന്മാരുടെ ദൈവശാസ്ത്രത്തെ വിമർശിക്കുകയോ കേന്ദ്രീകരിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് യേശുവിനെ നിഷേധിക്കുന്ന അവരുടെ ജീവിത രീതിയെയാണ്. അതുകൊണ്ട് യഹൂദ ഇവിടെ യേശു പ്രാരംഭമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് പ്രയോഗിക്കുന്നത്: നിങ്ങൾ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ഉപദേശങ്ങളെ അനുസരിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിന്റെ ഏറ്റവും വിശ്വസനീയമായ സൂചകമാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത്. ഇതാണ് യൂദായുടെ ലേഖനത്തിന്റെ ഉള്ളടക്കം.